കേരളത്തിലെ സംഘപരിവാർ ബെൽറ്റ് കഴിഞ്ഞ വെഞ്ഞാറമ്മൂട് പ്രോഗ്രാമിനോട് കൂടി വേടനെ ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടി നോക്കി. വേടൻ്റെ വെഞ്ഞാറമ്മൂട് തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിൽ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിപാടികളൊക്കെ നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും. അങ്ങനെ വെഞ്ഞാറമ്മൂടിൽ നിന്ന് സംഘപരിവാർ ഫീൽഡ് ഔട്ട് ആക്കാൻ നോക്കിയ വേടൻ കാസർഗോഡ് എത്തിയപ്പോഴത്തേക്ക് കാസർഗോഡിൻ്റെ ക്രൗഡ് അവിടെ വേറെ രീതിയിൽ ഫീൽഡിനാക്കി കൊടുത്തു. ഇത് രണ്ട് വിഷയങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന്, സംഘപരിവാർ വിടാതെ പിന്തുടരുന്ന വേടൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു സംഗതിയെക്കുറിച്ചും, പിന്നെ കാസർഗോഡുള്ള ഇവൻറ്റുകളെക്കുറിച്ചും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാസർഗോഡ് ഇവൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലേ. ഇന്നലെ വേടൻ്റെ പ്രോഗ്രാം ബേക്കൽ ബീച്ച് ഫെസ്റ്റ്. ഞാൻ 2 വർഷം ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. തിരക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായ തിരക്കാണ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിന് ഞാനൊക്കെ പോയിരുന്ന സമയത്തുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഈ വർഷമൊക്കെ ആയിട്ട് ഈ 20-ാം തീയതി മുതൽ കേട്ടോ ബീച്ച് ഫെസ്റ്റ് തുടങ്ങിയത്. 31-ാം തീയതി വരെ ഉണ്ട്. ഓക്കെ, നാളെ വരെ ഉണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ടായതുകൊണ്ട് അതിന് കുറേ റെസ്ട്രിക്ഷൻസ് വരണം എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ഓർഗനൈസേഴ്സ് പിന്നെ പോലീസുകാർ ഇവർ ഏറ്റെടുത്തേ പറ്റൂ. രണ്ടാമത്, റെസ്പോൺസിബിൾ ആവേണ്ടത് നമ്മളാണ്, ക്രൗഡ്. ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്രൗഡ് നമ്മൾ കുറച്ചുകൂടി മെച്യൂർ ആവണം. നമുക്ക് അടിച്ചു പൊളിക്കണം, നമുക്ക് ഫണ്ട് വേണം, എല്ലാം ഫൈനാണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയാണ്, അവിടെ തിരക്ക് എന്തായിരിക്കും, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, നമുക്ക് എത്ര നേരം അവിടുത്തെ ആ തിരക്ക് ബെയർ ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ആരെയാണ് നമ്മളെ കൂട്ടത്തിൽ. ഇതൊക്കെ നമ്മളും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ റെസ്പോൺസിബിലിറ്റി നമുക്കും ഉണ്ട്, പോകുന്ന ക്രൗഡിനും ഉണ്ട്. ഇന്നലെ അതിഭീകരമായ തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കാൻ നോക്കിയ ഒരു പയ്യൻ മരിച്ചു എന്നും കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ ന്യൂസിലേക്ക് ആദ്യം ഒന്ന് പോവാം നമുക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേടന്റെ സംഗീത പരിപാടിയാണ് ഉദ്ദേശിച്ചിരുന്നത്. രാത്രി 8 മണിക്കാണ് ഈ സംഗീത പരിപാടി വേടൻ എത്തുമെന്ന് അറിയിച്ചെങ്കിലും 1.5 മണിക്കൂറിലധികം വൈകിയാണ് ഈ വേടന്റെ പരിപാടി നടന്നത്. അതോടുകൂടി തന്നെ ഈ സമയത്തേക്ക് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിയിരുന്നു. ടിക്കറ്റ് എടുത്ത ആളുകൾ, അതിനപ്പുറം ടിക്കറ്റ് എടുക്കാത്ത ആളുകളും ധാരാളം കയറി എന്നാണ് ഇപ്പോൾ സംഘാടകരടക്കമുള്ളവർ പറയുന്നത്. കാരണം ഈ ബേക്കൽ ബീച്ച് വെച്ച് നടക്കുന്നത് ബേക്കൽ ബീച്ച് പാർക്കിലാണ്. അപ്പോൾ ഇവിടേക്ക് എത്താൻ മറ്റു വഴികൾ ധാരാളമുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയും അങ്ങനെ ഈ മുന്നിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടയിലാണ് ഇങ്ങനെ കുട്ടികളടക്കം സ്ത്രീകൾക്കും ഒക്കെ പ്രത്യേക ഒരു ഏരിയ ഒരുക്കിയിരുന്നു. ഇവിടേക്ക് ആളുകൾ ഇരച്ചു കയറുകയും അങ്ങനെ കുട്ടികൾക്കടക്കം ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയുമായിരുന്നു. അങ്ങനെ കുട്ടികളും വയോധികരും അടക്കം ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇവരൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഇവിടെയൊന്നും അത്ര പരിക്കത്ര ഗുരുതരമല്ല എന്നുള്ളതാണ്. ദേഹാസ്വാസ്ഥ്യം മാത്രമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ വലിയ ഗുരുതരമായ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ധാരാളം പോലീസുകാരെ 250 പോലീസുകാരെ നിയമിച്ചിരുന്നു എന്ന് നമുക്ക് വാർത്താക്കുറിപ്പൊക്കെ നൽകിയിരുന്നു. പക്ഷെ ആളുകൾ ധാരാളത്തോടുകൂടി ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. മറ്റൊരു കാര്യം, ഇത് ഈ തിക്കിലും തിരക്കിലും അല്ലെങ്കിൽ ഇതോടനുബന്ധിച്ചുള്ള ഒരു അപകടമാണ്. അതായത് ഈ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നത് റെയിൽവേ പാളത്തിനൊക്കെ അടുത്തുള്ള ഒരു ബീച്ചിലാണ്. റെയിൽവേ പാളത്തിന് വളരെ അടുത്ത് തന്നെയാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ പരിപാടി കാണാൻ വേണ്ടി എത്തിയ പൊയ്നാറ്റി സ്വദേശിയായ ശിവാനന്ദന് ട്രെയിൻ തട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കഴിഞ്ഞ രാത്രി 9 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ശിവാനന്ദ് മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു അപകടം കൂടി നടന്നിരിക്കുമെന്ന്, ഒരു അപകട മരണം കൂടി നടന്നിരിക്കും എന്നുള്ളതാണ് നിമി. ഓക്കെ, ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ന്യൂസ്. 13 പേര് 14 പേര് കുഴഞ്ഞു വീണു. അവരൊക്കെ ഓക്കെയാണ്, സ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ ട്രെയിൻ തട്ടി മരിച്ച ആ ഒരു സംഭവം, ദാറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എല്ലാ വർഷവും ഇതേപോലെ ട്രെയിൻ തട്ടുന്ന കേസുകൾ ഈ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയ വർഷത്തെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആരോ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ തട്ടി, പക്ഷെ അന്ന് മരണം സംഭവിച്ചിട്ടില്ല. അതൊക്കെ അവിടുത്തെ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നാട്ടുകാർ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഒരു ഇവൻറ്റ് കാണാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ആ നാടിനെ കുറിച്ച് അറിയില്ല, ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് എൻട്രി കിട്ടാൻ വേണ്ടി അപ്പുറത്തു കൂടിയൊക്കെ ചാടി പോകുമ്പോൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി കമ്മിങ് ടു ദിസ് ഇവൻറ്റ്സ്, ഇപ്പോൾ കാസർഗോഡ് തന്നെ നമുക്ക് എടുക്കാം. ഭയങ്കര റിസപ്ഷനാണ് കാസർഗോഡിലെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ക്രൗഡാണ്. ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ,
ഫാമിലി ആയിട്ട് കുട്ടികൾ, മാതാപിതാക്കൾ, സ്ത്രീകൾ, വയസ്സായവർ, അങ്ങനെ പ്രായമൊന്നുമില്ല അവിടെ അടിച്ചുപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എൻ്റെ അടിച്ചുപൊളിയാണ്. ആൻഡ് അവർ ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ക്രൗഡാണ്. ശരിക്കും അവർ ഭയങ്കര എന്താ പറയുക, ദേ നീഡ് എ വെരി മച്ച് ബെറ്റർ ഓർഗനൈസേഴ്സ്, അല്ലെങ്കിൽ അവർക്കത് ആവശ്യമാണ്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇവൻറ്റ് വെച്ച് പൊളിഞ്ഞു പോകുന്ന പോലെ അല്ല കാസർഗോഡ് ഒരു ഇവൻറ്റ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ആ ആർട്ടിസ്റ്റിന് എൻ്റർടൈൻമെൻറ്റ് ഡെലിവർ ചെയ്യാൻ പറ്റും അവിടുത്തെ ക്രൗഡിന് എന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് എൻ്റർടൈൻഡ്. ദേ ഡിസേർവ് ലൈക്ക് മച്ച് മോർ ഗുഡ് ഓർഗനൈസേഴ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഹനാൻ ഷായുടെ ആ ഒരു ഇവൻ്റ് ഉണ്ടായി, ആളുകൾ വരും. കാസർഗോഡ് ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് ആളുകൾ വരും. ഈ ഫാമിലി ആയിട്ട് ആരോടും പോവരുത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കുട്ടികളെ കൊണ്ട് പോകരുത്, അല്ലെങ്കിൽ വയസ്സായവരെ കൊണ്ട് പോകരുത് എന്നൊക്കെ പറയാൻ പറ്റും. അത് ഉൾക്കൊണ്ട് എങ്ങനെ എൻ്റെ ഫാമിലിക്ക് എന്ത് വേണം എന്നൊക്കെ ചിന്തിക്കേണ്ടത് അവനവൻ്റെ സ്വന്തം കാര്യമാണ്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ അവർ ഈ ഒരു മാസീവ് ക്രൗഡ് എക്സ്പെക്ട് ചെയ്തിരുന്നു. കുട്ടികളെ കൊണ്ട് വരരുത്, അസുഖമുള്ളവർ വരരുത്, സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ വയ്യായ്മയുള്ളവർ വരരുത് എന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഇവർ 1-2 ദിവസമായിട്ട് അവിടെ സർക്കുലേറ്റ് ചെയ്തു, അനൗൺസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി നമ്മളും ഏറ്റെടുക്കണം, പോകുന്ന ക്രൗഡും ഏറ്റെടുക്കണം. അപ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റിന് ഇഷ്ടം, ഇപ്പോൾ വേടനെ ഇഷ്ടപ്പെടുന്ന വൈഡ് റേഞ്ച് ഓഫ് ആളുകളിൽ കുറേ ഏജ് ഗ്രൂപ്പ് പെട്ട ആളുകളുണ്ട്. അതിൽ തന്നെ അമ്മമാരും കുട്ടികളും വയ്യാത്തവരും വയ്ക്കുന്നവരൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷൻ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഹനാൻ ഷാ വന്നിട്ട് അവിടെ അത്രയും തിക്കും തിരക്കും ഉണ്ടായി, പോലീസ് ലാത്തി ചാർജ് ഉണ്ടായി, ഭയങ്കര സീനായ ഒരു സ്ഥലത്ത് ബേഡം വരുമ്പോഴും അതേ ഒരു കെയോസ് സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളത് തിരിച്ചറിയാനുള്ളത്, സെൻസ് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് വേണം. പിന്നെ ടിക്കറ്റ് എടുത്ത് വെച്ച പരിപാടിയാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നൊരു ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം. ഒരു മാസീവ് ക്രൗഡ് പുള്ളിങ് ഇവൻറ്റ് നടക്കുകയാണ്. ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ, ഒരാൾ സ്റ്റേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ടിക്കറ്റ് എടുക്കാതെ ശുദ്ധ തന്തയില്ലായ്മ കാണിച്ച് ആ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ ടിക്കറ്റ് സെയിൽ തുടങ്ങിയ ഒരു ടിക്കറ്റിൽ എടുത്ത ആളുകൾ ഉള്ളിൽ കയറ്റുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 20 മിനിറ്റ് മുന്നേ എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ട് വന്ന് ഒരു പൈസ കൊടുക്കാതെ, ഒരു ടിക്കറ്റ് വെച്ചൊരു പ്രോഗ്രാം ടിക്കറ്റ് എടുക്കാതെ ആ പ്രോഗ്രാം അലമ്പാക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കുറേ ആളുകൾ എല്ലാ നാട്ടിലുണ്ട്. കുറേ ആളുകളുണ്ട്. ഈ കോഴിക്കോട് നടന്ന ഡേർട്ട് ബൈക്ക് ഇവൻ്റ് ഉണ്ട്, ബാൻഡിഡോസ് വെച്ച്. ഞാനും വീഡിയോ ചെയ്ത ഒരാളാണ് അതിന്. ഓക്കെ, പക്ഷെ എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഞാൻ ചെന്നത് 6:30 6:30 മുതൽ ഒരു 5:30 to 6:30 7:30 വരെ അവർ ഗേറ്റ് ഓപ്പൺ ആക്കിയിടും, ആളെ കയറ്റുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉച്ച മുതലേ ഞാൻ പറയാം, ഓർഗനൈസേഴ്സിന് നോക്കാനോ കൺട്രോൾ ചെയ്യാനോ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ക്രൗഡുകളാണ് ഇവിടുത്തെ ഓരോ ഇവൻറ്റിനും കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ ഇവൻറ്റിനെയും വിഷയം പറ്റുന്നത് ആ സൈഡിലാണ്. ടിക്കറ്റ് സെയിൽസ് ആണ് നടത്തും. ടിക്കറ്റ് സെയിൽ ഏത് വഴിക്ക് എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ഓഡിറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു 50,000 ടിക്കറ്റ് സെയിൽ നടന്നൊരു പ്രോഗ്രാമിന് നമ്മളൊരു ഇവൻറ്റിന് പോകുമ്പോൾ കാണുന്നത് 2-3 ഉള്ളിലേക്കുള്ള പോകുന്ന എൻട്രി 2-3 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 4-5 എൻട്രി മാത്രമായിരിക്കും. ആ 4-5 എൻട്രിയിൽ നിൽക്കുന്ന ബൗൺസേഴ്സിനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്കോ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഇത് നോക്കാൻ പറ്റാത്ത രീതിയിൽ ടിക്കറ്റ് എടുക്കാത്തവർ എല്ലാവരും കൂടി ഇടിച്ച് കയറിയാണ് പോയി അവിടെ ഒരു കെയോസ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയാം, ഇവരെ കയ്യിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും കൂടി ഇടിച്ച് കയറി ഉള്ളിലേക്കാണ് കയറും. പിന്നെ ഉള്ളിൽ പോയതിനെടുത്ത് പുറത്തിടാൻ പറ്റുമോ? ഇല്ല. ടിക്കറ്റ് എടുത്തവൻ ശരിക്കും ടിക്കറ്റ് എടുത്ത് ഇവൻറ്റ് കാണാൻ കറക്റ്റ് വന്നവർ ചിലപ്പോൾ പുറത്ത് നിന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ. ഇങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു പ്ലാനിങ്, ഒരു പ്രോപ്പർ ഓർഗനൈസ്ഡ് പ്ലാൻ ചെയ്ത ഒരു ഇവൻറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഇമ്പോസിബിൾ ആണോ കേരളത്തിൽ? ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, നമ്മുടെ ടെക്നോളജി ഇത്ര വലുതായി, നമ്മുടെ ഫെസിലിറ്റീസ് ഇത്ര വലുതായി, നമ്മൾ ആസ് എ ക്രൗഡ് നമ്മൾ മെച്ചുവർ ആവേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ ആയിട്ടും നമുക്കിപ്പോഴും ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു വിഷയം ക്രൗഡിനിടയിലുണ്ട്. പിന്നെ ഓർഗനൈസേഴ്സിൻ്റെ പ്രശ്നം, ഇനഫ് മാൻ പവർ കൊണ്ടുവരാൻ പറ്റാതെ, ആളുകളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റാതെ ചുമ്മാ അങ്ങോട്ട് ടിക്കറ്റ് സെയിലാണ് വിട്ടുപിടി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഇവൻറ്റുകളും ഉണ്ട്. അപ്പം എന്താ പറയുക, നമ്മളെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്ത് നമ്മൾ എന്ത് ഇവൻറ്റിന് പോകണ്ട എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ ഈ ഒരു വിഷയങ്ങളുണ്ടായി. അമ്മമാരും കുട്ടികളുമാണ്, എസ്പെഷ്യലി സ്ത്രീകൾ, വയസ്സായവർ, ഇഷ്ടംപോലെ ആളുകൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഇവർ പോയി നിൽക്കുന്നത് എവിടെ? അല്ലെങ്കിൽ ഇവരിയ്ക്കുന്നിടത്ത് ചാടി കയറിയതായിരിക്കും ഒരു പക്ഷേ. കാരണം ഇതിന് രണ്ട് രീതിയിലാണ് ഇവൻ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ നിറച്ച് ചാടി തുള്ളാനുള്ള സ്ഥലവും,
ഒരു സ്ഥലത്ത് VIP ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലവും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഹൈ പവർ ഇവൻ്റ് ആകുമ്പോൾ ഇത് മിക്സ് ആവും. ഇത് മിക്സ് ആവാതെ ഇരിക്കാനുള്ള ഒരു പരിപാടി ഒരു ഓർഗനൈസേഴ്സിനും നോക്കിയാൽ കൂട്ടിയാൽ കൂടുന്നില്ല കേരളത്തിൽ. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ ഇവൻറ്റുകൾ ഇപ്പോൾ ബോംബെ, ബാംഗ്ലൂർ, കൊൽക്കത്ത മാസീവ് ഇവൻറ്റ്സ് നടക്കാറുണ്ട്. DJ നൈറ്റ്സ്, ന്യൂ ഇയർ പാർട്ടീസ്, ക്രിസ്മസ് പാർട്ടീസ്, അല്ലെങ്കിൽ വലിയ വലിയ കോൺസേർട്സ് ഒക്കെ നടക്കാറുണ്ട്. അവിടെയൊക്കെ ബൗൺസേഴ്സിനെ കണ്ടാലും അവരുടെ എണ്ണം കണ്ടാലും നമ്മൾ ഞെട്ടിപ്പോവും. പോലീസുകാർക്കൊന്നും പ്രത്യേകിച്ച് അവർ പണിയെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താ പറയുക, ബൗൺസേഴ്സിനേക്കാൾ കൂടുതൽ ഗുണ്ടകളായ നാട്ടുകാരാണോ നമ്മൾ? എനിക്കറിയാൻ പാടില്ല. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി നമുക്കും ഇല്ല. നമ്മളെ റെസ്പോൺസിബിളായിട്ട് നോക്കണം എന്നുള്ളൊരു ചിന്ത ഓർഗനൈസേഴ്സിനും ഇല്ലാതെ ആകുമ്പോഴാണ് ഈവൻറ്റ്സ് കയ്യിൽ നിന്ന് പോകുന്നത്. ഈ കാസർഗോഡ് പറ്റിയ ഇവൻറ്റിൻ്റെ സീൻ അതാ. ഇതിൽ വേടം നിന്ന് അവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഒരു സ്ത്രീയെ രക്ഷിക്കുന്ന ഒരു വിഷ്വൽ ഇന്നലെ ഞാൻ കണ്ട്. സ്ത്രീകളെയും അവിടുന്ന് മാറ്റി വീണാക്കണേ. അമ്മേനോടൊന്ന് മാറ്റി, അമ്മേനോടൊന്ന് മാറ്റി, അമ്മേനെ പുറത്തേക്ക് വിടും. അമ്മ ഇവിടെ നിന്നോളൂ. അമ്മ ആ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ പോവരുത്. ആ തിക്കിന്റെ ഇടയിൽ പോവരുത്. റഷ് വരുന്നിട്ട് മക്കളെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റും മക്കളെ, പ്ലീസ് റാ. നമ്മൾ സമാധാനമായിട്ട് പാട്ടൊക്കെ പാടി പോണ്ടേ, പ്ലീസ്. തിക്കും തിരക്കുണ്ടാക്കല്ലേ, തള്ളല്ലേ പ്ലീസ് 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 പ്ലീസ്. ഇവിടെ ഒച്ചിമ്പളില്ലേ, ഇവിടെ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. ഇവിടെ ഒക്കെ മെഡിക്കൽ ടീം വന്നോ? മെഡിക്കൽ ടീം ഒന്ന് അത്യാവശ്യമായിട്ട് വരണേ. മെഡിക്കൽ ടീം ഒന്ന് അത്യാവശ്യമായിട്ട് വരണേ. ഇവിടെ ഒരു അമ്മയ്ക്ക് വയ്യ, ഇവിടെ ഒരു മോൾക്ക് വയ്യ. ഈ സൈഡൊന്ന് മാറ്റാണ് മക്കളെ, ഈ സൈഡൊന്ന് മാറ്റാട്ടാ മക്കളെ. കുറച്ചൊന്ന് ബാക്കിലേക്ക് നിൽക്കടാ. ഇവിടെ സ്ത്രീകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എല്ലാരും കേൾക്കണേ. 10 മിനിറ്റിനുള്ളിൽ എന്നോട് പരിപാടി നിർത്താനാണ് പറയണത്. ജനത്തിരക്ക് ഒരുപാട് ആൾക്കാർക്ക് കണ്ടില്ലേ? പാട്ട് പാടാൻ വന്ന വേടനായി ലാസ്റ്റ് അവിടെ നിന്നൊരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ടതും അവിടെ വീണ ലേഡീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടീമിനെ വിളിക്കേണ്ടതും. പോലീസുകാരുണ്ട്, അടിയിലുണ്ട്. ലാത്തിയും പിടിച്ച് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 50,000-30,000 ക്രൗഡ് വരുന്നിടത്ത് 50 പോലീസുകാരെ ലാത്തിയും കൊടുത്ത് വിട്ടിട്ട് ഒരു കാര്യമില്ല. ഈ പോലീസുകാരെ എണ്ണം കൂടിയാലും വേറെ സീനുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരൊറ്റ കണ്ടലിനെ അതൊക്കെ പറഞ്ഞു തീർക്കും. അതായത് ഒന്ന്, ചില ഇവൻറ്റുകൾ പൊളിക്കുന്നത് പോലീസിൻ്റെ സിസ്റ്റമാറ്റിക് അല്ലാത്ത പരിപാടികളാണ്. ചില ഇവൻറ്റുകൾ പൊളിഞ്ഞു പോകാൻ കാരണം പോലീസുകാർ ഒട്ടും ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടുമാണ്. ഇവിടെ പല ഇവൻറ്റുകളും ഓർഗനൈസ് ചെയ്യുമ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു ക്ലിയറൻസ് കിട്ടും. ഒരു പെർട്ടിക്കുലർ ടൈമായി ഇവൻറ്റ് തുടങ്ങാനായി എന്ന് കാണുമ്പോൾ പോലീസുകാരൻ്റെ ഒരു സാധനവും കൊണ്ടുവരും. ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. ഇവിടെ നിന്ന് 50,000 ആളെ കയറ്റേണ്ട സ്ഥലത്ത് 20,000 കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറയും. ഓർഗനൈസേഴ്സ് പെടും. കൺട്രോൾ മൊത്തം പോലീസ് ഏറ്റെടുക്കും. വന്ന ആൾക്കാരെ ഫുൾ അടിച്ചു ഓടിക്കും നാട്ടുകാർ. പിന്നെ അവിടെ കെയോ സിറ്റുവേഷൻ വരും. ഇങ്ങനെ സംഭവിച്ച ഒരുപാട് സ്ഥലങ്ങളും പാർട്ടീസും ഇവൻറ്റ്സും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ചില സംഗതികളിൽ ഒട്ടും പോലീസുകാർ എക്സ്പെക്റ്റ് ചെയ്യില്ല. 20,000-30,000 വരുന്ന ഓർഗനൈസേഴ്സ് പറഞ്ഞാലും ഇവരൊരു 10 പോലീസുകാരോ 15 പോലീസുകാരോ വിടും. എന്നിട്ട് അവിടെ ആകെ കെട്ടി കച്ചറി അടിയാവുമ്പോൾ പോലീസുകാരും എല്ലാം മാറി നിന്നിട്ട് നോക്കിക്കും. ലാസ്റ്റ് കേസ് എടുത്തിട്ട് പരിപാടികൾ തീർത്ത് വിടും. ഇവിടെ ഒരു ഇവൻറ്റ് വെക്കുമ്പോൾ ആദ്യം നമുക്ക് ആ ഇവൻറ്റ് വെക്കുന്ന ടീം പോലീസ് സ്റ്റേഷനിൽ നിന്നും ബാക്കി പരിപാടികളിൽ നിന്നൊക്കെ പേപ്പേഴ്സ് വാങ്ങിയിട്ട് വേണം ഇവൻറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ നടക്കുന്ന ഇവൻറ്റ്സിൻ്റെ ഒരു ഗ്രാവിറ്റി, ഇവിടെ ഇവൻ്റ് എന്ത് തരം ഇവൻ്റാണ് നടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞ് ആ രീതിയിൽ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. നമ്മൾ എൻ്റർടൈൻഡ് ആവാൻ നമുക്ക് പറ്റില്ല. മാറി വരുന്ന ജനറേഷന് ഇങ്ങനത്തെയൊക്കെ ഇവൻറ്റുകൾ, കോൺസേർട്ടുകൾ, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക എൻഗേജിങ് ആയിട്ടുള്ള പരിപാടികളാണ്. ഇതിനിടയിൽ ഉടായ്പാക്കി ഇത് പറ്റിച്ച് നടത്താൻ വേണ്ടി വേറെ കുറേ ടീമുകൾ, മര്യാദയ്ക്ക് നടത്തിയിട്ട് പോയി പെട്ടുപോണ കുറേ ഓർഗനൈസർമാർ, ഇങ്ങനെ കേരളത്തിൽ ഈ എൻറ്റയർ പരിപാടി മൊത്തം അലമ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ നടക്കുക എങ്ങനെ അറിയോ, എന്തെങ്കിലുമൊക്കെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് 5,000-10,000 പേരെ വെച്ച് ഹൈ സെക്യൂരിറ്റിയിൽ നടക്കുന്ന എത്ര ഇവൻറ്റ്സ് മാന്യമായിട്ട് നടന്നു പോകുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്താ പറയുക, മാറ്റണം എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം. അത് ഇവിടുത്തെ ഗവൺമെൻറ് ചിന്തിക്കണം. കാരണം ഇതിന്ന് ഒരുപാട് റവന്യൂ കിട്ടുന്ന പരിപാടിയാണ്.
ഒരുപാട് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ ടിക്കറ്റ് സെയിൽ കൊണ്ട് മാത്രമല്ല ഗവൺമെൻറ്റിലേക്ക് റവന്യൂ പോവുക. ഈ സ്റ്റേജ് അല്ലെങ്കിൽ ഈ സ്ഥലം അല്ലെങ്കിൽ പോലീസിന് അവർ അങ്ങനെ കുറേ ഇന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പെർമിഷൻ എടുക്കുന്നതിനൊക്കെ ഒരു പെർട്ടിക്കുലർ ഫീ നമ്മൾ കെട്ടിവെക്കണം ഈ ഇവൻ്റ് ഓർഗനൈസേഴ്സ്. അങ്ങനെ ഇവൻറ്റ്സ് നടക്കുമ്പോൾ അത് ഗവൺമെൻറ്റിനും ലാഭമാണ്. അങ്ങനെ കുറേ പരിപാടികൾ നമ്മുടെ നാട്ടിൽ സക്സസ്ഫുൾ ആയാലേ നമുക്കെന്താ പറയുക, നമുക്കൊരു ബെറ്റർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ കുറേ സ്ഥലത്ത് ആളെയും വിളിച്ചു കൂട്ടി ഒരാൾ വന്ന് പെർഫോമും ചെയ്ത് അവിടെ അടിയും തല്ലുമായി, അവിടെ ചവിട്ടും കുത്തുമായി. ഇതൊന്നും അല്ല ഒരു എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്രൗഡ് അല്ലെങ്കിൽ ഒരു നാടിന് ആവശ്യമായിട്ടുള്ള പരിപാടി എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എല്ലായിടത്തും അലമ്പ്, എല്ലായിടത്തും കച്ചറ. ഇനി വേടൻ ഫീൽഡ് ഔട്ടായ കഥ. വെഞ്ഞാറമൂടിൽ നമ്മളെ ലുട്ടാപ്പി എയറിലാണല്ലോ ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ട്, അങ്ങനെ അവിടെ എയറിലായിരുന്നു. അവിടെയും വന്ന് 100 വീടിൻ്റെ കാര്യം പറഞ്ഞ് തള്ളലട ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ വെഞ്ഞാറമൂടിൽ നിന്ന് ചെങ്ങായിനെ ഇറക്കി വിട്ടിരുന്നു. ഇവരെല്ലാവരും കൂടിയും അറിയാലോ നമുക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെയിൻ ഫേസ് ആയിട്ട്, ഒരു എൻ്റർടൈനിങ് ഫേസ് ആയിട്ട് വേടനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന പരിപാടി ഇവിടുത്തെ സർക്കാർ തന്നെ ആ ഒരു കേസിന് ശേഷമൊക്കെ കാണിച്ചിട്ടുള്ള പണിയാണ്. വേടൻ എന്നാൽ എല്ലായിടത്തും വന്നിരുന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നുണ്ടെങ്കിലും മറ്റേ രാഷ്ട്രീയത്തിൻ്റെ ആളല്ല ഞാൻ എന്നുള്ളത് കൃത്യമായിട്ട് എല്ലായിടത്തും പറയുന്നുമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല എന്നൊക്കെയാണ് വേടൻ പറയുന്നത്. വെഞ്ഞാറമൂട് വേടൻ വന്ന പ്രോഗ്രാം, അതും ടിക്കറ്റ് വെച്ച പ്രോഗ്രാമായിരുന്നു. അതൊരു മാസം മുമ്പ് അനൗൺസ് ചെയ്ത പ്രോഗ്രാമായിരുന്നു. ആളില്ല അവിടെ പ്രോഗ്രാമിന്. ഓക്കെ, ആളില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് സംഖ്യകളെല്ലാവരും കൂടി ആളില്ല എന്ന് കാണിച്ച് വന്ന വീഡിയോന് അടിയിലൊക്കെ വന്ന് കമൻ്റ് ഇട്ട് എല്ലാവരും എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വൻ രീതിയിൽ എന്ത് ചെയ്തു, വേടനെ പിടിച്ച് എയർ കയറ്റി വിട്ട്. അത് വേടനെ പിടിച്ച് സംഘപരിവാർ എയർ കയറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ വേടൻ വരികളിലൂടെയും പാട്ടുകളിലൂടെയും ഇൻ്റർവ്യൂ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ഇവർക്കിട്ട് കൊട്ടാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കുരുവും കടിയും ഉണ്ടാവും. അങ്ങനെ വെഞ്ഞാറമൂട് തിരുവനന്തപുരത്ത് നിന്ന് ഫീൽഡ് ഔട്ടായി, ഇനിയിപ്പോൾ വേടനില്ല, വേടൻ തീർന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാസർഗോഡ് പോയിട്ട് ഇത്രയും വലിയൊരു ഇവൻറ്റും ഈ അടിയും കച്ചറയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ സംഖ്യകൾക്ക് നല്ല രീതിയിലുള്ള സങ്കടം ഉണ്ടാവും എന്നുള്ളതും കൂടി ഞാനത് സെപ്പറേറ്റ് കണ്ടൻ്റ് ആക്കി ചെയ്യാൻ വെച്ചാണ് വേടൻ ഫീൽഡ് ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ ചെയ്തു എന്നുള്ളൂ ഈ സാധനം. അങ്ങനെ ഒരു സീനും ഉണ്ട്. പിന്നെ ഈ കാസർഗോഡ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മീഡിയാസ് പോയ സമയത്ത് മീഡിയാസിന് അവിടെ കയറി വീഡിയോ എടുക്കുന്ന വിഷ്വൽസ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ടീം കുറച്ച് അലമ്പുണ്ടാക്കിയിട്ടുണ്ട്. കോമ്പൗണ്ടിൽ വന്നു, ഇദ്ദേഹം അത് ചോദിച്ചു. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു മറുപടി എങ്കിലും പറഞ്ഞൂടെ? കൃത്യമായി മറുപടി പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്തേ? എന്തിനാ നമ്മളെ തടസ്സപ്പെടുത്തിയെന്ന് പറ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? എന്തിനാ വീഡിയോ ചിത്രീകരണം എന്തിനാ തടസ്സപ്പെടുത്തിയത്? ഞങ്ങൾ അല്ലല്ല, ഒരു ക്യാമറ തുടരുത്, കൈ തുടരുത്. നിങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടോ? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ചിത്രീകരണം തടസ്സപ്പെടുത്തിയത്? ഷൂട്ട് ചെയ്യുന്ന എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? ഒരു മിനിറ്റ്, ആരോട് ചോദിക്കാൻ? ചേട്ടാ ഫുൾ ഫിറ്റാ, ചേട്ടൻ മദ്യപിച്ചോണ്ടിരിക്കല്ലേ? നല്ല സ്മെല്ലുണ്ട്. ചേട്ടൻ നല്ല ഫിറ്റ് അല്ലേ? നാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങളാണോ സെക്യൂരിറ്റി? അടിച്ച് പിമ്പരി ആയിരുന്നല്ലേ കിടന്നിട്ട്? അല്ലേ? ആയിരുന്നില്ലേ? നല്ല ഫിറ്റ് അല്ലേ? അല്ലേ? വെറുതെ ഞങ്ങളുടെ മേത്ത് കയറിയിട്ട് കാര്യമില്ല. ഇന്നലെ കാണിക്കണമായിരുന്നു ഈ ആവേശം മുഴുവൻ. അതെ, ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ. സേതു, ഇന്നലെ ഈ പ്രശ്നമുണ്ടായി. ഇന്ന് രാവിലെ ചിത്രീകരണത്തിന് വരുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചെയർമാനുമായും BRDCയുടെ ചെയർമാനുമായും സംഘാടക സമിതി ചെയർമാനുമായും ഒക്കെ സംസാരിച്ചതാണ്. ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇത് ചിത്രീകരിക്കുന്നതിനിടയിൽ ഇവരുടെ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ തന്നെ വിഷ്വൽ നമ്മൾ എടുത്തിരുന്നില്ല. നമ്മൾ നേരെ ഇവിടേക്ക് എത്തി. ഇവിടെ ഈ മുന്നിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവർ പറയുന്നത് ഇവർ സെക്യൂരിറ്റി ജീവനക്കാരാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലും അവിടെ ഒരു പരിശോധനയോ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയോ ചെയ്തിരുന്നില്ല. ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു, ഇവിടേക്ക് എത്തുന്നു. ഒരാളുടെ പോലും വീഡിയോ നമ്മൾ ചിത്രീകരിച്ചതല്ല. നേരെ ഈ സ്റ്റേജിലേക്ക് എത്തുന്നു, സ്റ്റേജിൽ ചിത്രീകരിക്കുന്നു. എൻ്റെ ലൈവ് ഫ്രെയിം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. സേതു ചോദിക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ലൈവ് ഫ്രെയിം വയ്ക്കുന്നു. അതിനിടയിലേക്കാണ് ഈ 2 ജീവനക്കാർ, ഒരാൾക്ക് സെക്യൂരിറ്റി ബാഡ്ജ് ഉണ്ട്, മറ്റൊരാൾക്ക് സെക്യൂരിറ്റി ബാഡ്ജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് എന്നുള്ളതാണ്. ഇവർ 2 പേരും എത്തുന്നു, നമ്മളെ തടസ്സപ്പെടുത്തുന്നു, ക്യാമറ ചിത്രീകരിക്കുന്നതിൽ നിന്ന് തട്ടിമാറ്റുന്നു, ക്യാമറ ഉൾപ്പെടെ തട്ടിമാറ്റുന്ന ഒരു സാഹചര്യം. പിന്നീട് ഒപ്പം തന്നെ ഇവർ നമ്മളോട് പറയുന്നത് ഇവരോട് അനുമതി ചോദിക്കാതെയാണ് പ്രവേശിച്ചത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഈ സംഘാടക സമിതി ചെയർമാനുമായും ഒക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു അപകടം നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ എത്തുന്നതും അത് വാർത്ത കൊടുക്കുന്നതും ഒക്കെ പതിവുള്ള കാഴ്ചയാണ്. പക്ഷേ ഇവർ ഇപ്പോഴും പറയുന്നത്, നമ്മൾ ഇതിൽ ഒരു ജീവനക്കാരൻ നമ്മളിപ്പോൾ നമ്മളുടെ ഫ്രെയിമിൽ
കാണുന്ന അദ്ദേഹം ഇന്നലെ വളരെ രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അടുത്തേക്ക് പോകാനാകാത്ത രീതിയിൽ ആ ദുർഗന്ധം, ആ മദ്യത്തിൻ്റെ മണം അദ്ദേഹത്തിൽ നിന്നും വമിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്നലെ രാത്രി ഈ കൃത്യമായി സുരക്ഷ ഒരുക്കേണ്ട ഇവർ പറയുന്നതിനനുസരിച്ച് സെക്യൂരിറ്റി ജീവനക്കാരനാണെങ്കിൽ സുരക്ഷ ഒരുക്കേണ്ട ഇവർ തന്നെയാണ് ഇന്നലെ ഒരുപക്ഷെ ഈ മദ്യലഹരിയിൽ നിന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചതും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പ്രശ്നമുണ്ടായി, ഒരു വിഷയമുണ്ടായി, അവിടെ മീഡിയ വരും. നിങ്ങളെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്സ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ കയറരുതെന്നും പറഞ്ഞാൽ നടക്കുന്നില്ല. ആ ഒരു കാലഘട്ടമൊന്നും അല്ലത്. നിങ്ങൾക്ക് ആ വിഷ്വൽസ് തന്നെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ എങ്ങനെയാണിത് അവർക്ക് ഓർഗനൈസ് ചെയ്യാൻ ഫെയിലായി പോയെന്നുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, ബീച്ചിൽ നിന്ന് പല സൈഡിൽ നിന്ന് എൻട്രി ഉണ്ട്. ആ പല സൈഡിൽ നിന്ന് എൻട്രി ചെയ്യുന്ന ആൾക്കാർ കയറും. ബാരിക്കേഡ്സ് ഒന്നും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബാരിക്കേഡ്സ് അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ടിക്കറ്റ്, ഈവൻ ഇഫ് ടിക്കറ്റ് പ്രോഗ്രാം ആണെങ്കിൽ പോലും ആളുകൾ ഇടിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളെ ഫെയിലിയറാണ്. അത് മീഡിയ വന്ന് കവർ ചെയ്യുന്നതിന് മീഡിയനെ പോയിട്ട് നിങ്ങൾ ചൊറിഞ്ഞിട്ടോ മീഡിയക്കാരെ വീഡിയോ എടുത്താലോ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുള്ളൂ. അവർ വന്നിട്ട് അത് ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കണം. അതിന് വരെ അവിടെ പോയി അലമ്പുണ്ടാക്കി അത് വേറെ വള്ളി ഇവർ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഇവൻ്റ് ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ, ഇപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ അപകടം ഉണ്ടായൊരു വിഷയത്തിൻ്റെ സംഗതി ഞാൻ പറയാം. നമ്മളിപ്പോൾ മലപ്പുറത്തൊരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ വരും. കാരണം ഇവിടുത്തെ ഇവൻറ്റിൽ വരുന്ന ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഇവൻറ്റിലുള്ള ആളുകൾ ചിലപ്പോൾ അവരൊക്കെ ഭയങ്കര കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾ വരും. വന്നിട്ട് ഈ നാടിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. രാത്രിയാവുമല്ലോ ഈ പ്രോഗ്രാം ഒക്കെ നടക്കുക. അപ്പോൾ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും വെട്ടം വെളിച്ചമുണ്ടാവുക. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പാർക്കിംഗ് വരെ ചിലപ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അപ്പുറത്ത് പോയിട്ടിട്ട് വരേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാതെ അന്ന് ഇവൻറ്റിനെ കുറിച്ച് കേട്ട് വരുന്നവരൊക്കെയോ ഇടിച്ച് തള്ളി കയറാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഈ നാടിനെ കുറിച്ചൊന്നും ഒരു അറിവില്ലാതെ വന്ന് ലാസ്റ്റ് ഇതേപോലെ റെയിൽവേ ട്രാക്കോ പൊട്ടക്കിണറോ കോളോ അങ്ങനെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ പോകുന്നവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി വേണമെന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളെയും വയസ്സായവർ, ക്ലോസ്ട്രോഫോബിയ ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഷുഗർ കുറവാണ്, എനിക്ക് ലോ ഷുഗർ ഉള്ള ഒരാളാണ്, എനിക്ക് കുറേ ഇങ്ങനെ ഒരു ക്രൗഡിൻ്റെ ഇടയിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ പതുക്കെ ബാറ്ററി ഡൗൺ ആവും. ഞാൻ തന്നെ എന്ത് ചെയ്യും, ചില സമയത്ത് ഇതിൻ്റെ ഒപ്പം വരുന്നവരെ ഞാൻ ഭയങ്കര വിയേർഡായിട്ട് ചിലപ്പോൾ പെരുമാറുന്ന പോലെ തോന്നും. ഞാൻ ചെവിക്ക് അങ്ങനെ വയ്ക്കും, ഇങ്ങനെ പോവും. അപ്പോൾ ഞാൻ കുറേ ഷുഗർ, ഞാൻ മിഠായി കൈ കരുതും, ഞാൻ കുറേ നേരം അവിടെ നിൽക്കാതിരിക്കും. മനസ്സിലായോ? ഞാൻ ന്യൂ ഇയറിന് പോയി പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്ക് അതാ പറയാനുള്ളത്. ന്യൂ ഇയർ 31 നാളെ കൊച്ചി. ഞാൻ ഒരു വട്ടം പോയി പെട്ട അനുഭവത്തിൽ പറയുക, കൊച്ചിയിൽ കാല് നിലത്ത് വയ്ക്കാൻ പറ്റില്ല എനിക്ക്. ഫോർട്ട് കൊച്ചിയിൽ പപ്പാനീനെ കാണാൻ പോയിട്ട് സംഗതി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പേടിപ്പെടുത്തുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ വർഷവും അവിടെ അങ്ങനെ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാല് നിലത്ത് കുത്തുന്നില്ല, ആരൊക്കെയോ എടുത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ എവിടെയോ കൊണ്ടുപോയി റോട്ടിൽ കൊണ്ടുപോയി. അത് അത്രയും തിക്കി തിരക്കി. അതിനുള്ള കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, വയസ്സായവരുണ്ട്, മര്യാദയ്ക്ക് ആരോഗ്യമുള്ളവൻ തന്നെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ എന്നിട്ട് എല്ലാ കൊല്ലം സ്നേഹം 2023 ന്യൂ ഇയറിൻ്റെ ടൈമിലൊക്കെ തോന്നുന്നു ഞാനും സ്നേഹം പോയത്. അതിനുശേഷം ഞങ്ങൾ എല്ലാ കൊല്ലം ആലോചിക്കും, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അത് മര്യാദയ്ക്ക് പോകണേ. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാമ്പൈൻ ഉണ്ടാവാനുള്ള ഏറ്റവും കൂടുതൽ ഹൈ ചാൻസസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈ വർഷവും ഇനി ഉണ്ട്, എന്താവോ എന്തോ. കാരണം ആൾക്കാർ ഓരോ വർഷം കൂടുന്നതോടും ഇതിനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടുകയാണ്. മനസ്സിലായോ? ഈ ഇവൻറ്റുകൾ അറ്റൻഡ് ചെയ്യാൻ, പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടുക. ഈ എക്സൈറ്റ്മെൻറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല, റെസ്പോൺസിബിലിറ്റി കൂട്ടണം. മനസ്സിലായില്ലേ? അത് ഓർഗനൈസേഴ്സും റെസ്പോൺസിബിലിറ്റി കൂട്ടണം. ഇവിടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസും ബാക്കി സിസ്റ്റം റെസ്പോൺസിബിൾ ആവണം, പോകുന്ന നമ്മളും റെസ്പോൺസിബിൾ ആവണം. ഇപ്പം നമുക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകും, വേണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല, കുട്ടികളെ കൊണ്ടുപോകും. പക്ഷേ ആ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ക്രൗഡ് ഉണ്ടോ? ക്രൗഡ് മാനേജ്മെൻറ്റ് കറക്റ്റ് ആണോ? ഞാനും എൻ്റെ ഫാമിലിയും കുട്ടിയും അമ്മയും എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് സേഫ്റ്റി ഉണ്ടോ? അതൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നു എന്ന് വിചാരിച്ചോ, അവിടെ അടുത്തല്ല സിറ്റുവേഷൻ, അവിടെ ഭയങ്കര മോശമാണ് സിറ്റുവേഷൻ, നീ വിഡ്രോ ചെയ്ത് പോരണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തള്ളി കയറി പോരുത്, വിഡ്രോ ചെയ്ത് തിരിച്ചു പോരുക. ഒരു ഇവൻ്റ് അല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തുള്ളൂ, വിഷയമല്ല, അടുത്തത് അറ്റൻഡ് ചെയ്യാം. ജീവൻ തിരിച്ചു വേണമല്ലോ. അതേപോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ആദ്യമേ പോയി നിൽക്കുന്ന കുറേ ആൾക്കാരെ കാണാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് ഈ മറ്റേ ബസ്സിലൊക്കെ ടവലിട്ട് പോകുമല്ലോ സീറ്റ് പിടിക്കുക, അതേപോലെ പോയിട്ടൊരു ഇവൻറ്റിന് പോയി നിൽക്കുന്നവർ കാണാം. 6 മണിക്ക് പറഞ്ഞ ഇവൻറ്റിന് 1 മണിക്ക് വന്ന് വെയിലത്ത് നിൽക്കും, എന്നിട്ട് 6 മണിയാകുമ്പോൾ തലയുറ്റി വീഴും. എന്നിട്ട് പ്രശ്നം ഓർഗനൈസേഴ്സിനും ബാക്കിയുള്ളവർക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന കുറേ ആളുകൾ വേറെ ഉണ്ട്. അവർ ഇറസ്പോൺസിബിൾ ക്രൗഡാണ് കുറേ. അപ്പം റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണം, ക്രൗഡ് എന്നുള്ള രീതിക്ക് നമുക്ക് വേണം. പിന്നെ ഓർഗനൈസേഴ്സ് ക്രൗഡ് ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ ഒരു മാനേജ്മെൻറ്റ് ഡെലിവർ ചെയ്യാൻ പറ്റണം. എസ്പെഷ്യലി കാസർഗോഡ് ഭാഗത്തൊക്കെ ദേ ഡിസേർവ് മച്ച് ബെറ്റർ ഓർഗനൈസേഴ്സ്. ഇത്രയും നല്ല എൻ്റർടൈൻഡ് ആയിട്ടുള്ള ക്രൗഡാണ്. എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റർടൈൻഡ് ആവും അവർ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സിസ്റ്റം ഫെയിലിയർ എന്ന് ഇതിന് പറയാൻ പറ്റും.
അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇങ്ങനത്തെ ഇവൻറ്റുകൾ പൊളിഞ്ഞു പോകുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. കംപ്ലീറ്റ്ലി ഒരു ഇവൻറ്റ് ഹാൻഡിൽ ചെയ്ത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും മാസീവ് ക്രൗഡിനെ വെച്ച് കേരളത്തിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ആൻഡ് ഓബിയസ്ലി കുറേ സ്കാമുകൾ ഇതിനിടയിൽ നടത്താൻ ശ്രമിക്കുന്നവരുണ്ട്, നടത്തിയിട്ട് പോയവരുണ്ട്, പൊളിഞ്ഞ് പിടിയിലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ പോയവരുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ വേറെയുണ്ട്. അപ്പം എന്താണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ സേഫായിട്ട് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരിക എന്നുള്ളത്. വെരി റയർ ഒക്കേഷൻസിലെ എൻ്റെ കാരണം കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ അറിയാതെയോ ഞാൻ ഇതേപോലൊരു പ്രശ്നത്തിൽ പോയി പെടുക എന്നുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോഴേ സംഭവിക്കും. അറിഞ്ഞുകൊണ്ട് ഒരാൾ പോയിട്ട് ഒരു ഇത്രയും ക്രൗഡിനിടയിൽ പെട്ടിട്ട് അയ്യോ ചത്തേന്ന് പറഞ്ഞ് തിരിച്ചു പോരില്ലല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പോണതിൻ്റെ മുന്നേ അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടൊക്കെ ചിന്തിക്കുക. വിഷയങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്ത് പോരുക. ഓക്കെ. പിന്നെ ഓർഗനൈസേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് എന്താ ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും പോലീസുകാർ അല്ലെങ്കിൽ സിസ്റ്റവും സപ്പോർട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട. അവർ ഏത് തരത്തിലും ഫ്ലിപ്പാവാം. പോലീസ് സിസ്റ്റവും ബാക്കിയുള്ള പരിപാടികളും നിങ്ങൾക്കൊരു ഇവൻറ്റിന് പെർമിഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റ് കൺട്രോൾ ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റണം മാന്യമായ രീതിയിൽ. അതും കൂടി നിങ്ങളെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഇവൻറ്റ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ.